അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്വർഗ്ഗത്തിലാണ് നമുക്ക് കടക്കേണ്ടത്. വഫാത്തിന്റെ അവസാന സമയം റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വിട്ടുപിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയാൻ വേണ്ടി നിൽക്കുമ്പോ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരെ വിളിക്കുകയാണ്. മദീനയിൽ ചെല്ലണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ റൗള ഷരീഫിന്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ട് എൻ്റെ ഖബർ, എൻ്റെ ശരീരം, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങൾ പരിശുദ്ധമായ നിസ്കാരവും കഴിഞ്ഞ് നിങ്ങൾ ഹുജറത്തു ഷരീഫിന്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ ശരീരം വെക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കണോ? എന്തിനാണ് സമ്മതം ചോദിക്കേണ്ടത്? എൻ്റെ ശരീരം അവിടെ മുത്തുനബിയുടെ അടുക്കൽ വെച്ച് കൊള്ളട്ടെയോ നബിയെ? ഇത് അങ്ങയുടെ കൂട്ടുകാരനായ അബൂബക്കറിന്റെ ശരീരമാണ്, ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അവിടത്തെ ചാരത്ത് ഈ ശരീരം ഒന്ന് വെച്ച് കൊള്ളട്ടെയോ യാ റസൂലല്ലാഹ് എന്ന് സമ്മതം ചോദിക്കണം സ്വഹാബ. സമ്മതം കിട്ടിയാൽ എൻ്റെ ശരീരം മുത്തുനബിയുടെ അടുത്ത് വെക്കണേ. സമ്മതം കിട്ടിയില്ലെങ്കിലോ എൻ്റെ ശരീരം ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി മറവ് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ചെന്നിട്ട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയാണ്. അവിടുത്തെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് ഈ ജനാസ കൊണ്ടുവരട്ടെയോ നബിയെ? അവിടുത്തെ ഖബറിന്റെ സമീപത്ത് ഈ ജനാസ വെക്കട്ടെയോ നബിയെ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിൽ നിന്ന് സമ്മതം വരികയാണ്. ഇതിന് വരികയാണ്, എൻ്റെ കൂട്ടുകാരനെ എന്നിലേക്ക് കൊണ്ടുവരൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തെ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വെക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ വേണ്ടി ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട്, അബൂലുലുവിന്റെ വെട്ടേറ്റുകൊണ്ട് അതാ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മോനെ വിളിക്കുന്നു, യാ അബ്ദല്ലാഹ്, പൊന്നുമോനെ, ആയിഷ ഉമ്മയോട് സമ്മതം ചോദിക്കണേ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതേ മുത്തുനബിയുടെ സമ്മതം മാത്രം മതിയായിരുന്നു. കാരണം മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫുള്ളത് പ്രിയപ്പെട്ട മകളുടെ വീട്ടിലാണ്. അതുകൊണ്ട് മകളുടെ സമ്മതം ആവശ്യമില്ലല്ലോ. അതേ സമയത്ത് ഉമർ തങ്ങൾക്ക് അങ്ങനെയല്ല, മുത്തുനബിയുടെ സമ്മതം മാത്രം കിട്ടിയാൽ പോരാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്മതം കിട്ടേണ്ടതല്ലേ? ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്, മോനെ പറഞ്ഞേക്കുകയാണ്. ആയിഷ ഉമ്മയോട് ചെന്ന് സമ്മതം ചോദിക്കുന്നു, സമ്മതം ലഭിക്കുന്നു. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പവിത്രമായ ശരീരം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽ ചുവട്ടിൽ മറവ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് ആഗ്രഹിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടിക്കിടക്കുന്ന മണ്ണിലെ എൻ്റെ ശരീരം തട്ടിക്കിടക്കണമെന്ന് അവരാഗ്രഹിച്ചു. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്കറിയാം ആ മണ്ണിന് പ്രത്യേകതയുണ്ട്, ആ മണ്ണിന് ബറക്കത്തുണ്ട്, ആ മണ്ണിന് വലിയ ബറക്കത്താണ്.
അതുകൊണ്ടാണ് എൻ്റെ ശരീരം മുത്തുനബിയുടെ ശരീരം തട്ടിയ മണ്ണുമായി ലയിച്ച് ചേരണമെന്ന് അവർ ആഗ്രഹിച്ചു. സുബ്ഹാനല്ലാഹ്, മദീനത്തെ മണ്ണിന് ബറക്കത്തില്ല പോലും, മദീനത്തെ മണ്ണ് പവിത്രതയില്ലാത്ത മണ്ണാണ് പോലും. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലുമുള്ള മണ്ണ് പോലെയാണത്രേ മദീനയുടെ മണ്ണ്. മദീനത്തെ മണ്ണിന് പ്രത്യേകതയൊന്നുമില്ല എന്ന് ഇവിടത്തെ ബിദ്അത്തിന്റെ കക്ഷികള്, ഇവിടത്തെ വഹാബികള് അവര് വാദിക്കുകയാണ്. എങ്കിൽ പറയട്ടെ, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കടക്കുന്ന സ്വർഗ്ഗത്തിൽ കടക്കണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടിയ മണ്ണ്, ആ മണ്ണിന് പ്രത്യേകതയുണ്ട്, ആ മണ്ണിന് ബറക്കത്തുണ്ട്, ആ മണ്ണിന് വലിയ പവറുണ്ട് എന്ന് വിശ്വസിച്ചു സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ കിടക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് കടക്കണോ? ആ വിശ്വാസവുമായി മുത്തുനബിയുമായി ബന്ധപ്പെട്ടതിനെല്ലാം വലിയ ബറക്കത്താണ്, വലിയ പവറാണ്, വലിയ അനുഗ്രഹമാണ്. മദീനയുടെ മണ്ണ് വല്ലാത്ത മണ്ണാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരിച്ചാൽ മാത്രമേ അവർ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ നമുക്ക് കിടക്കാൻ കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. മകളായ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹാ മുത്തുനബിയുടെ ചുണ്ടിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ ചുണ്ടിന്റെ സമീപത്ത് കൊണ്ടുപോയി ചെവി വെക്കുകയാണ്. എൻ്റെ ഉപ്പ എന്താണ് രാത്രി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് എല്ലാ ദിവസവും എൻ്റെ ഉപ്പ ദുആ ചെയ്യുന്നത് എന്താണ്? സയ്യിദത്തുനാ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ കേട്ടു എൻ്റെ ഉപ്പ ദുആ ചെയ്യുന്നത്. എന്താണ് ഉപ്പയുടെ ദുആ? എന്നെ മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാഹ്, മുത്തുനബിയുടെ ചാരത്ത് എനിക്കൊരു ഇടം തരണേ അല്ലാഹ് എന്നാണ് ഉമർ തങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഹുബ്ബാണ്, പ്രിയമാണ്, ഇഷ്കാണ് എല്ലാ വിജയത്തിന്റെയും നിദാനം. കുറെ അമലുകൾ ചെയ്തു, കുറെ ഇബാദത്തുകൾ ചെയ്തു, ഇഷ്കില്ലാതെ പോയാൽ അതൊരിക്കലും ഫലം ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, ചിന്ത മുഴുവനും അള്ളാഹിന്റെ റസൂലായിരിക്കണം. അള്ളാഹിന്റെ റസൂലിനെ ചിന്തിച്ച് കിടന്നാൽ സ്വപ്നത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. അങ്ങനെയാണ്. ആരെയാണോ ചിന്തിച്ച് കിടക്കുന്നത്, ആരെയാണോ ഓർത്ത് കിടക്കുന്നത്, അവര് സ്വപ്നത്തിൽ വരും. സാധാരണ അങ്ങനെയാണ്. അള്ളാഹിന്റെ റസൂലിനെ ഓർത്ത് കിടക്കണം, സ്വലാത്ത് ചൊല്ലി കിടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.